ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ ഒരിക്കലും അന്നയായിട്ട് കാണുകയും ചെയ്യരുത്. ഞാൻ പ്രകാശേട്ടനല്ല, സുചിത്രയെടുത്തിയാ എന്റെ ചേച്ചിയെ കണ്ടിരിക്കുന്നെ. എവിടെ പോയാലും സുചിത്രേച്ചി എന്റെ പൊന്നു ചേച്ചി തന്നെയായിരിക്കും. വന്ദനെ, ഇന്ന് ദീമോൾക്ക് പാർസൽ കൊണ്ടുവന്നില്ലേ? ഇല്ല, ഞാൻ അതങ്ങ് മറന്നു. ജഗ, ഇത് കള്ളോ? ജഗൻ അത് മാത്രം ഒരിക്കലും മാർക്കില്ല. എന്താ ജഗ, എന്താ ജഗന് പറ്റിയത്? ഒന്നുമില്ല വന്ദനെ. ജഗ, എന്നോട് കള്ളം പറയരുത് പ്ലീസ്. എന്താ ഉണ്ടായതെന്ന് പറയേ. അത് വന്ദനെ, അച്ഛൻ വന്നിരുന്നു കടയില്. ഒരുത്തി പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറുപ്പിനെ നാറ്റിക്കുന്നു. നാടൊട്ടുക്ക് നടന്ന് കടന്ന് അടിച്ചു പൊളിക്കടവിന്റെ തട്ടുകടയാൻ പറ്റും. ജഗ, അപ്പൊ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ്. ഇനി എന്ത് ചെയ്യും? വന്ദനെ, തളർത്താൻ ആളുണ്ടാവുമ്പോ വളരാൻ ഒരു കൊതി വരും. ഇപ്പൊ എന്റെ ഉള്ളിൽ കൊതിയുണ്ട്. സങ്കടപ്പെടരുത് ജഗ. സങ്കടപ്പെട്ട തളർന്നു പോകുന്നത് ജഗ മാത്രമല്ല, നമ്മുടെ മോള് കൂടിയാ. ഇതാരത്? 5 സ്റ്റാർ ഹോട്ടലൊക്കെ പൂട്ടിയോ? ഒന്ന് നാവടക്കുന്നുണ്ടോ? അയ്യോ, ഞാൻ കുത്തുവാക്ക് പറഞ്ഞൊന്നുമല്ല കേട്ടോ. ജഗന്റെ അച്ഛൻ ഗുണ്ടകളെ വിട്ട് 5 സ്റ്റാർ ഹോട്ടല് തല്ലി പൊളിച്ചു എന്ന് കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാണേ. ജഗന്റെ ഈ അവസ്ഥ കാണുമ്പോ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. പ്രകാശേട്ട, എന്താ ഇത്? എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കരുത്. ഇതൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് അവരെ പാലുകാച്ചിന് ക്ഷണിക്ക്. ഓ, അത് ഞാൻ മറന്നു. ജഗ, നാളെ എന്റെ പുതിയ വീടിന്റെ പാലുകാച്ച. ഭാര്യാസമേതം ചടങ്ങിൽ പങ്കെടുക്കണം. വരാം. കുടുംബത്തിലൊരു ചടങ്ങ് നടക്കുമ്പോ പങ്കെടുക്കണമല്ലോ. ആ, ജഗൻ മൂഡൌട്ടിലാണെന്നറിയാം. എന്റെ മനസ്സിലുണ്ടൊരു മൂഡൌട്ട്. നല്ലൊരു കാര്യത്തിൽ പങ്കെടുക്കാതെ എന്റെ അച്ഛനും അമ്മയും സ്ഥലം വിട്ടുകളഞ്ഞു. ജഗന്റെ മനസ്സിലുണ്ടല്ലോ ജന്മം നൽകിയവരെ കൊണ്ടുള്ള വലിയൊരു കല്ലുകടി. സ്വന്തം അച്ഛൻ തന്നെ വയറ്റിപ്പഴപ്പ് മുട്ടിച്ചു കളഞ്ഞു. ഈ തന്തമാരില്ലേ, എല്ലാം പ്രശ്നക്കാരാ. വിട്ടുകള ജഗ. പ്രകാശേട്ട, ഒന്ന് നിർത്തുന്നുണ്ടോ? ഓ, ഞാൻ നിർത്തി. നല്ല കാര്യം പറയുമ്പോ ആർക്കും അങ്ങോട്ട് പിടിക്കില്ല. പുതിയൊരു വീട് വെച്ചപ്പോ പ്രകാശേട്ടന്റെ മനസ്സിലൊക്കെ അല്പം കൂടിയിട്ടുണ്ട്. നിലത്തൊന്നും അല്ല. എന്റെ ഭർത്താവിന്റെ അവിവേകം ക്ഷമിക്കണം ജഗ.
പാലുകാച്ചിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കണം. ചേച്ചിയുടെ മനസ്സ് ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾ പാലുകാറ്റിന് വരും. ചേച്ചിയുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവും. ഉം. വന്ദനെ, പാലുകാച്ച് നടക്കുന്ന വീട്ടില് വേണ്ടതെല്ലാം മുൻകൂട്ടി ഒരുക്കി വെക്കാനാ ഞങ്ങൾ രാവിലെ പോയത്. പ്രകാശേട്ടൻ വല്ലാതെ തിരക്ക് കൂട്ടിയതുകൊണ്ട് വന്ദനയോട് ചോദിച്ചിട്ട് പോവാൻ കഴിഞ്ഞില്ല. ഞാൻ ആകെ മതിമറന്നിറങ്ങിപ്പോയിന്ന് വിചാരിക്കരുത്. എന്നെ ഒരിക്കലും അന്യായിട്ട് കാണുകയും ചെയ്യരുത്. ഞാൻ പ്രകാശേട്ടനെയല്ല, സുചിത്രയെടുത്തിയാ എന്റെ ചേച്ചിയെ കണ്ടിരിക്കുന്നെ. എവിടെ പോയാലും സുചിത്രേച്ചി എന്റെ പൊന്നു ചേച്ചി തന്നെയായിരിക്കും. വന്ദനെ, വാ. അതെ, ഒന്ന് നിൽക്കണേ. മാധവൻ നായരല്ലേ? അതെ. ഇവിടെ എന്താ? എനിക്ക് ജീവിക്കാൻ വേറെ ജോലിയൊന്നുമില്ല. ജീവിക്കാനുള്ള എല്ലാ വഴിയും അടഞ്ഞപ്പോ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. മാധവേട്ടൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളെ അല്ല. എന്ന് നമുക്ക് തങ്ങളി പറയാം. പക്ഷേ അനുഭവിക്കേണ്ടതായ തലവര അനുഭവിച്ചു തീർക്കണ്ടേ? ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടിയിട്ടുള്ളവനാ ഞാൻ. ആദ്യം മെക്കാനിക്കായിരുന്നു, അതിനുശേഷം ഓട്ടോ ഓടിച്ചു, പിന്നെ ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിയായി, ഒപ്പം ചുമടും എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ദേ സെക്യൂരിറ്റി, അതും പ്രതിഫലം പോലും വാങ്ങാതെ ഒരു ചാൺ വയറിന് വേണ്ടിയിട്ട്. ഇനി തോട്ടിപ്പണിയാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ അതും ഒരു വിഷമവും കൂടാതെ മാധവൻ ചെയ്തിരിക്കും. ഏയ് മാധവേട്ടാ, മാധവേട്ടാ ഒന്നിക്ക്. ഞാനൊരു കേറ്ററിംഗ് യൂണിറ്റ് നടത്തുന്നുണ്ട്. നല്ല വരുമാനമുള്ള ഏർപ്പാടാ. വിരോധമില്ലെങ്കിൽ മാധവേട്ടനെ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാം. ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ക്ഷേത്രത്തിലെ ജോലി വിട്ടിട്ട് പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവും. ഇവിടെ ചെയ്യുന്ന ഈ ജോലി പ്രതിഫലം ഇല്ലാത്തല്ലേ? മാനത്തെ കൊട്ടാ